This is lecture 3 of module 1, and in this lecture we will discuss about the incremental increase method. In this method, the per decade growth rate is not assumed to be constant. അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡും ജോമെട്രി ഇൻക്രീസ് മെത്തേഡും പറഞ്ഞപ്പോൾ അതിനകത്ത് അരിത്തമെറ്റിക്കിലെ അസംഷൻ the rate of change of population with respect to time remains constant, and in the geometry increase method the percentage increase in population from decade to decade remains constant. But in this case the growth rate is not assumed to be constant as in the arithmetic or in the geometry progression method, but is progressively increasing or decreasing depending upon whether the average of the incremental increases in the past data is positive or negative. അപ്പോൾ ഇത് ഇൻക്രീസോ ഡിക്രീസോ വരാം, പക്ഷേ അതിൻ്റെ ആവറേജ് ഓഫ് ദി ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ രണ്ട് പ്രോബ്ലത്തിലും ഇൻക്രീസ് ഇൻ പോപ്പുലേഷനൊക്കെ കണ്ടുപിടിച്ചു. ആ ഇൻക്രീസ് കണ്ടുപിടിക്കുക, അതിനെയാണ് നമ്മൾ ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ the population for a future decade is worked out by adding the mean arithmetic increase, and at the mean of the arithmetic increase നമ്മൾ denote ചെയ്യുന്ന x bar to the last known population as in the arithmetic increase method, and to this is added to the average of the incremental increases y bar, once for the first decade, twice for the second decade, and thrice for the third decade. അപ്പോൾ ഇത് ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് അതിൽ ഗ്രോത്ത് റേറ്റ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഡീക്കേഡിലെ ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞത് എക്സ് ബാർ പ്ലസ് വൈ ബാർ, സെക്കൻഡ് ഡീക്കേഡ് വരുമ്പോൾ എക്സ് ബാർ പ്ലസ് 2 വൈ ബാർ, ആൻഡ് ദെൻ ദ തേർഡ് ഡീക്കേഡ് എക്സ് ബാർ പ്ലസ് 3 വൈ ബാർ. അപ്പോൾ nth ഡീക്കേഡിൽ വരുമ്പോൾ അതിലുള്ള ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞത് എക്സ് ബാർ പ്ലസ് എൻ വൈ ബാർ. And this per decade in this incremental increase method also called method of varying increment, and the population after n decade is equal to p0 plus nx bar plus n into n plus 1 by 2 into y bar, where p0 is the last known census population, n number of decades between now and future, x bar average of the increase in population, y bar average of the incremental increase in population. And next problem, സെയിം പ്രോബ്ലം തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അരിത്തമെറ്റിക്കലും ജോമെട്രിക്കലും ചെയ്ത സെയിം പ്രോബ്ലം ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് മെത്തേഡ് വെച്ച് ചെയ്യാം. അപ്പോൾ the population of 5 decades from 1930 to 1970 are given below. Find out the population after 1, 2 and 3 decade beyond the last known decade by using incremental increase method. Year 1930 to 1970, population 25,000, 28,000, 34,000, 42,000 and 47,000. അപ്പോൾ ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് മെത്തേഡിലും അപ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ട ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ കണ്ടുപിടിക്കുക. നെക്സ്റ്റ് എന്ന് പറഞ്ഞത് ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ, ഇൻക്രീസിൻ്റെ ഇൻക്രീസ്, അതാണ് ഇൻക്രിമെൻ്റൽ ഇൻക്രീസ്. അത്രയും കണ്ടുപിടിക്കുക. അപ്പോൾ 4 columns, ഫസ്റ്റ് കോളം ഇയർ, സെക്കൻഡ് കോളം പോപ്പുലേഷൻ, തേർഡ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ, ഫോർത്ത് ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ. ഇപ്പോൾ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ അതറിയാം നിങ്ങൾ. ആദ്യം 1930 പോപ്പുലേഷൻ 25,000, 1940 28,000, അപ്പോൾ increase is 3,000. Similarly, in 1940 28,000, 1950 34,000, the increase is 6,000, next 8,000, last 5,000. Then incremental increase, ഇപ്പോൾ ഫസ്റ്റിൽ ഇത് ഇൻക്രീസ് ഈസ് 3,000, സെക്കൻഡ് 6,000. ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് അത് അതിൻ്റെ മിഡിലായിട്ട് എഴുതുക. ഇൻക്രീസ് എന്ന് പറഞ്ഞത് 3,000. സെക്കൻഡ് കേസ് വരുമ്പോൾ 6,000 നിന്ന് 8,000 ആയി ഇൻക്രീസ്. അപ്പോൾ ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് എന്ന് പറഞ്ഞത് 2,000. ലാസ്റ്റ് 8,000 നിന്ന് 5,000 ആയി. അവിടെ ഇൻക്രീസ് അല്ല വന്നിരിക്കുന്ന, ഡിക്രീസാണ് വന്ന്. അപ്പോൾ അവർ മൈനസ് സൈൻ കൊടുക്കുക, രണ്ടിൻ്റെയും ഡിഫറൻസ് എടുത്തിട്ട്. 8,000 minus
5000. അപ്പോൾ 3000. ഇവിടെ ഇൻക്രീസിന് പകരം ഡിക്രീസ് വന്നതുകൊണ്ട് -3000. അപ്പോൾ ഇത്രയാ കോളംസ്. ഇനി പോപ്പുലേഷൻ ആഫ്റ്റർ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ആഫ്റ്റർ n ഡീക്കേഡ്. n ഡീക്കേഡ് എന്ന് പറഞ്ഞാൽ 1 ഡീക്കേഡും 2 and 3 ഡീക്കേഡ് കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ദി ടോട്ടൽ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ. നമ്മൾ ആ 2 കോളം എക്സ്ട്രാ വന്നു, ഇൻക്രീസും ഇൻക്രിമെൻ്റൽ ഇൻക്രീസും. ഇൻക്രീസിൻ്റെ ടോട്ടൽ എടുക്കുക. ടോട്ടൽ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ദാറ്റ് ഈക്വൽ ടു 22,000. Then average of the increase in population, that is denoted by x bar. X bar equal to 22,000, that is total increase in population divided by number of increase in population. Number increase എന്ന് പറഞ്ഞത് 5 ഇയറിൽ തന്നിട്ടുണ്ട്, പക്ഷേ ഇൻക്രീസ് 4 എണ്ണമേ ഉള്ളൂ. അപ്പോൾ അവിടെ ഡിവൈഡഡ് ബൈ 4. ഇപ്പോൾ 22,000 divided by 4 equal to 5,500. Similarly, find out the total incremental increase in population. That equal to incremental increase in the total. 3,000 plus 2,000 minus 3,000. അപ്പോൾ കിട്ടുന്ന 2,000. Then find out the average incremental increase in population, that is denoted by y bar. Y bar equal to 2,000 divided by 3, that equal to 667. Then incremental total incremental increase in population 3,000 plus 2,000 minus 3,000. അപ്പോൾ കിട്ടുന്ന 2,000. Then that divided by number of incremental increase 3. അത് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് the average of the incremental increase in population, that is y bar. Then population after n decade, Pn is equal to P0 plus nx bar plus n into n plus 1 by 2 into y bar. P0 last known census population, that is 47,000 plus n. n എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡീക്കേഡ് ലാസ്റ്റ് അറിയാമെന്നുള്ള 1970. After 1 decade means 1980. ഇപ്പോൾ 1980 വരുമ്പോൾ 1970 to 1980 10 years അതിനെ ഡീക്കേഡിലോട്ട് കൺവേർട്ട് ചെയ്യുക. അതാണ് n ഈക്വൽ ടു 1 ഇൻറ്റു എക്സ് ബാർ 5,500 പ്ലസ് 667, ദറ്റ് ഈസ് വൈ ബാർ ഇൻറ്റു ബാക്കിയുള്ളതെല്ലാം 1 വരും അവിടെ. n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 ആ ടേം എന്ന് പറഞ്ഞത് 1 വരും. അപ്പോൾ 1 ഇൻറ്റു 667, that equal to 53,167. Similarly, population 1990, that equal to 47,000 plus n എന്ന് പറഞ്ഞത് the number of decades between 1970 and 1990, that is 2 into 5,500 plus 3 into 667. That 3 means n into n plus 1 by 2. അതാണ് 3 എന്ന് പറഞ്ഞ്. അപ്പോൾ the answer is 60,001. Then population in 2000 equal to 47,000 plus n equal to 3. That is the number of decades between 1970 and 2000. 3 into 5 x bar 5,500 plus n into n plus 1 by 2. That is 6 into 667. That equal to 67,502.